ഡോക്ടറെ, ഈ കാർഷിക സർവകലാശാലയൊക്കെ ഒരുപാട് ബോധവൽക്കരണം നടത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓരോ കൊല്ലം കഴിയും തോറും കൃഷിയിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറയുക. പല കാരണങ്ങളുണ്ട്. ഈ കൃഷിക്കാർക്കൊരു ബഹുമാനം കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ. ഇപ്പൊ നമ്മുടെ കർഷക സുഹൃത്ത് തന്നെ ഇപ്പൊ ഒരു ബ്രാൻഡഡ് ആക്കി നമ്മളൊരു പരമ്പരാഗത രീതിയിൽ നിന്നുള്ള കൃഷിയിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ആവശ്യമാണ്. കർഷകൻ തന്നെ ഒരു ഈ 10-20 വർഷം മുമ്പിലത്തെ കാലഘട്ടം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്നു, കൃഷി ചെയ്ത ഉൽപ്പന്നം അവിടെ വീട്ടിൽ തന്നെ ഒന്ന് നമുക്ക് മേടിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പൊ അത് പോരാ. നമ്മുടെ ഉൽപ്പന്നത്തെ മാർക്കറ്റ് ചെയ്ത് വിപണി കണ്ടെത്തി വിപണിക്ക് അനുസൃതമായി കൃഷി ചെയ്യാൻ നമ്മുടെ താങ്കളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്താ ഉദ്ദേശിച്ചത്? അതായത് ഇപ്പോ ഞാൻ കുറെ കൃഷി ചെയ്തു, ആ കൃഷി ചെയ്ത ഉൽപ്പന്നം വിപണിയിലേക്ക് കൊണ്ടുവരുന്നു. വിപണിക്ക് എന്താണോ ആവശ്യം എന്ന് അറിഞ്ഞ് നമ്മൾ കൃഷി ചെയ്യാൻ. അപ്പൊ അത് ഏതൊക്കെ വസ്തുക്കളിലാണ് അങ്ങനെ കാർഷിക വസ്തുക്കളിലാണ് അങ്ങ് ഈ മാറ്റം പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇതിലിപ്പോ എല്ലാ സ്ഥലവും ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ കേരളത്തില് ഇപ്പൊ ഞാൻ കാർഷിക സർവകലാശാല തൃശ്ശൂരിന് ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ എല്ലാ ഓണ വിപണിക്ക് തൊട്ട് മുമ്പായിട്ട് പാവല പയറ് കൃഷി വളരെ വ്യാപകമായിട്ടുണ്ടാവും. ഓണത്തിന്റെ ആ മാർക്കറ്റ് അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വില ഒറ്റയടിക്ക് അങ്ങ് താഴും. അപ്പൊ ഈ ഒരേ പാവലും പയറും മാത്രം ചെയ്യുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും ലാഭകരമാവണമെന്നില്ല. അതേസമയം നമ്മുടെ തന്നെ ചുറ്റുവട്ടത്ത് ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന പല കർഷകരെയും നോക്കിക്കഴിഞ്ഞാൽ അവരൊരൊറ്റ വിളയെ മാത്രം ആശ്രയിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തൃശ്ശൂർ തന്നെയുള്ള കൈപ്പറമ്പിലുള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒട്ടനവധി പച്ചക്കറികൾ 40 ലക്ഷം രൂപ 50 ലക്ഷം രൂപ ഒരു കൊല്ലം വരുമാനമുള്ള കർഷകനാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷവുമായിട്ട് 1 കോടിക്ക് മുകളിൽ വരുമാനം കിട്ടിയ പച്ചക്കറി കർഷകർ നമ്മുടെ കേരളത്തിലുണ്ട്. 1 കോടി രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനം കിട്ടിയ പച്ചക്കറി കർഷകർ ഇതും നമ്മുടെ കൂടെ തന്നെ ഉള്ളതാണ്. 1.25 കോടി രൂപയുടെ ടേൺ ഓവർ ഉള്ള ഒരു കർഷകനാണ് ഞാൻ. ഓക്കെ. അപ്പോ ഒരു സക്സസ്ഫുൾ ഡയറി ഫാം ഉണ്ട്, പോൾട്രി ഫാം ഉണ്ട്, അതുപോലെ തെങ്ങ, കൊക്കോ, ജാതി എല്ലാം ഒരു ഏക്കർ കണക്കിനാണ്. എല്ലാവരും സിസ്റ്റമാറ്റിക് ആണ് ചെയ്യുന്നത്. ഇപ്പൊ എലവഞ്ചേരി പോലെയുള്ള പാലക്കാട് ജില്ലയിലെ പരമ്പരാഗത കർഷകരാണ് അവരെല്ലാവരും. ആ പരമ്പരാഗത കർഷകർ തന്നെ ആധുനിക കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ടാണ് ഈ ലെവലിലേക്ക് ഇപ്പൊ പ്രിസിഷൻ ഫാമിംഗ് ആയിട്ട് ഡ്രിപ്പ് ഇറിഗേഷനും ഡ്രിപ്പിൽ കൂടെയുള്ള വളപ്രയോഗവും ഒക്കെ അവലംബിച്ചാണ്. കഴിഞ്ഞ വർഷം ആ എലവഞ്ചേരി വിപണിയിൽ നിന്ന് ഒരാൾക്കായിരുന്നു 1 കോടി വരുമാനം കിട്ടിയതെങ്കിൽ ഇക്കൊല്ലം അവിടെ കിട്ടിയത് 2 പേർക്കാണ്. അപ്പൊ കാർഷിക മേഖലയില് എനിക്കൊന്ന് താങ്കൾക്ക് അറിയുന്ന പോലെ ഇതൊക്കെ വേണ്ടുന്ന രീതിയിൽ കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഈ ഉണ്ണികൃഷ്ണൻ കൃഷിക്കാരന്റെ വിജയഗാഥയും ഇദ്ദേഹത്തിന്റെ ചരിത്ര 1.25 കോടിയും യഥാർത്ഥത്തിൽ ഈ കോടികളിലാണല്ലോ നമ്മുടെ മലയാളികൾക്ക് താല്പര്യം. പൈസ മാത്രമാണോ? ഇതിനോട് ഇൻട്രസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ലാഭകരമായി വരികയുള്ളൂ. പൈസ മാത്രം നോക്കി വന്നാൽ ഒരു പക്ഷേ ഇത് സക്സസ് ആണെന്നില്ല. അതാണ് പറഞ്ഞതൊരു വലിയ ഘടകമാണ്. പൈസയല്ല, കൃഷിയോടുള്ള അടുക്കളയിലുള്ള ടേസ്റ്റുമാണ് അല്ലേ? ഓക്കെ, ഞാൻ മുൻവർഗീസിലെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.